അനിയും നന്ദുവും തമ്മിലുള്ള വിവാഹം മംഗളമായി തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. അനി നന്ദുവിനെ കല്യാണം കഴിച്ചു. രണ്ട് കുടുംബക്കാരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടി. അതെ, എതിർത്ത് നിന്നവരെല്ലാം അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹത്തിന് എതിർത്ത് നിന്ന അനിയുടെ അമ്മയുടെ സമ്മതത്തോടു കൂടിയും നന്ദുവിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടു കൂടിയും അവരുടെ പൂർണ്ണ സമ്മതത്തോടെയും ഇഷ്ടത്തോടെയും കൂടി അനിയുടെയും അതുപോലെ തന്നെ നന്ദുവിൻ്റെയും വിവാഹം മംഗളമായി തന്നെ ആഘോഷമായി തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. അനന്തപുരി തറവാടിൻ്റെ മൂന്നാമത്തെ മരുമകളായി അങ്ങനെ നന്ദു കയറി വരുന്നു. എന്തായാലും അനാമികയുമായുള്ള ബന്ധം പിരിഞ്ഞ ശേഷം സച്ചി ഒരു ചതിയനാണെന്ന് തിരിച്ചറിയുന്നതോടുകൂടി അവരുടെ പ്രണയബന്ധത്തിന് സമ്മതം അരുളുകയാണ് എല്ലാവരും. എന്തായാലും അധികം വൈകാൻ തന്നെ അനിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം വേർപിരിയുകയും നന്ദുവും അനിയും തമ്മിൽ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി ഒന്നിക്കുകയാണ്. അവർ കല്യാണം കഴിക്കുന്ന ഉടനെ തന്നെ തൻ്റെ മരുമകളായി അങ്ങനെ നന്ദുവിനെ അംഗീകരിക്കുകയാണ് അനിയുടെ അമ്മ. പൂർണ്ണ സ്നേഹത്തോടു കൂടി മനസ്സ് മാറിയും. എന്തായാലും അനിയുടെയും നന്ദുവിൻ്റെയും പ്രണയം അങ്ങനെ വിവാഹത്തിലൂടെ